1.5 വർഷം കൊണ്ട് 3 ലക്ഷം രൂപയ്ക്ക് അടുത്ത് തന്നെ റേറ്റ് വ്യത്യാസം അല്ലേ? അതെ. ലോണൊക്കെ മാക്സിമം കിട്ടില്ല? മാക്സിമം ലോൺ കമ്പനി വാറണ്ടിയിലും ആണ്. അതെ. വണ്ടി ഓക്കെ. പുതിയ വണ്ടി എടുക്കുന്ന ഒരാൾക്ക് എന്തുകൊണ്ടും ലാഭമല്ലേ? ലാഭം തന്നെയല്ലേ. 2022 മോഡല്, പൈസയും കുറവാണ്. ഓക്കെ. വാറണ്ടി ആവശ്യമുള്ളവർക്ക് വാറണ്ടിയും കൊടുക്കാമല്ലോ. ഏകദേശം 1.5 വർഷം കൊണ്ട് 2.5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് തന്നെ റേറ്റ് വ്യത്യാസം വരുന്നുണ്ടെന്നല്ലേ? അതെ. ഓക്കെ. നമസ്കാരം, ഞാൻ അഭി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ എടക്കാട് പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തുള്ള അനസ്കേഡ് ഓട്ടോബോട്ടിലാണ്. 2 വർഷം വാറണ്ടി, മാക്സിമം ലോൺ കിട്ടുന്ന വണ്ടികൾ ഏകദേശം 50,000 രൂപ വരെ ഡിസ്കൗണ്ട് ഉൾപ്പെടെയാണ് ഇവിടെയുള്ള മാക്സിമം ഓഫേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വീഡിയോ ആദ്യമായിട്ടാണ് കണ്ടത്, ജസ്റ്റ് ഒന്ന് പേജ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോ വണ്ടികൾ പരിചയം. മൂവിങ് ടു ദ വീഡിയോ. എന്താണ് പുതിയ ഓട്ടോബോട്ടിൽ ഓഫറുകൾ ഒരു കുറവില്ല. സ്ഥിരം ഡയലോഗ് തന്നെ. ഓഫറുകളിൽ പെരുമഴ. എവിടെ നിന്ന് തുടങ്ങുക? ഇഷ്ടം പോലെ വണ്ടി ഉണ്ട് നമുക്ക്. ഓക്കെ. മാക്സിമം വില കുറച്ച് കസ്റ്റമർക്ക് വണ്ടി കൊടുക്കാം. ശരി, ഇനി സ്റ്റാർട്ട് ചെയ്യണം. പഞ്ച് സ്റ്റാർട്ട് ചെയ്താലോ? തുടങ്ങാം നമുക്ക്. പഞ്ച് ഇത് 2022 മോഡൽ പഞ്ച്, ഏറ്റവും ടോപ്പ് എൻഡ്. ഓക്കെ. 28,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ, റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ടോപ്പ് എൻഡ് വരുമ്പോൾ ക്രിയേറ്റീവ് ആണോ? 11ന്റെ അടുത്ത് ഓൺ റോഡ് വില ഇപ്പൊ വന്നിട്ടുണ്ടായിരുന്ന ക്രിയേറ്റീവ് അല്ലേ? അതെ. റീപ്ലേസ്, ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ? ഹിസ്റ്ററി ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല, സിംഗിൾ ഓണർഷിപ്പ്, നല്ല വണ്ടി. റേറ്റ് എങ്ങനെയാ വരുന്നത്? 6,70,000 രൂപ കൊടുക്കാം. വാറണ്ടി കിട്ടുന്നുണ്ടാവോ? വാറണ്ടി 2022 വണ്ടിക്ക് വാറണ്ടിയുടെ ആവശ്യമില്ലല്ലോ. ഓക്കെ. കമ്പനി വാറണ്ടി നിലവിലുണ്ട്. ഉണ്ട്. ഓക്കെ. ലോണൊക്കെ നമുക്ക് 6.5 ലക്ഷം രൂപ ലോൺ ആയി കൊടുക്കാം. പെട്രോൾ ആണ്. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ, 13, 15, 17 റേഞ്ചിൽ മൈലേജ് കിട്ടും. അതെ. അടുത്ത 2016 മോഡൽ, 28,000 കിലോമീറ്റർ ഓടിയേക്കണം i20. 2016 മോഡൽ വണ്ടി, 28,000 കിലോമീറ്റർ, i20 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ലീറ്റർ വർക്ക് ചെയ്യുന്നല്ല അനസ്ക? ഓടാൻ മറന്നുപോയ വണ്ടി. ഓടാൻ മറന്നതാണ്. അതെ. ജെന്യൂൻ കിലോമീറ്റർ അല്ലേ? ജെന്യൂൻ കിലോമീറ്റർ. പെട്രോൾ ആണോ ഡീസൽ ആണോ? പെട്രോൾ. വേരിയന്റ് ഏതാ? സ്പോർട്സ് വേരിയന്റ് പെട്രോൾ. ഓക്കെ. 16 മോഡൽ. റീപ്ലേസ് എന്തെങ്കിലും കാര്യമൊന്നുമില്ല. ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്, അത് നമുക്ക് സ്ക്രാച്ചസ് പരിഹരിച്ചു കൊടുക്കും. ഓക്കെ. 2016 മോഡൽ i20 പെട്രോൾ. റേറ്റ് എങ്ങനെയാ വരുന്നത്? 4,60,000 രൂപ കൊടുക്കാം. വെറും 28,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അതാണ് അതിന്റെ ഹൈലൈറ്റ്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ്. ലോണൊക്കെ 4 ലക്ഷം ലോൺ ആയി കൊടുക്കാം. 4 ലക്ഷം രൂപ ലോൺ കിട്ടുന്നുണ്ടോ? അതെ. ലോ കിലോമീറ്റർ വണ്ടിയാണ്. അതെ. വിശ്വസിച്ചെടുത്തൂടെ? പക്ക 100%. ഹിസ്റ്ററിയെല്ലാം പക്കയാണ്. അതെ. അടുത്ത 2020 മോഡൽ സ്വിഫ്റ്റ് ആണ്. 2020 മോഡൽ സ്വിഫ്റ്റ്, സിംഗിൾ ഓണർ, VXI. പെട്രോൾ ആണ്. റീപ്ലേസ്മെന്റ് ഇല്ല. KL13. ഓഫർ പ്രൈസ് ആണ് 5,40,000 രൂപ കൊടുത്തേക്കാം. 2020 മോഡൽ സ്വിഫ്റ്റ് മാനുവൽ, 5,40,000 രൂപ. ഇങ്ങോട്ടേക്ക് വന്നോളി. ഫുൾ ഓൺ. കിലോമീറ്റർ 90,000 കിലോമീറ്റർ. ജെന്യൂൻ കിലോമീറ്റർ. ഫുൾ ലോൺ 6 ലക്ഷം എടുക്കുന്ന ലോൺ വരും. പിന്നെന്താ കൊടുക്കാം നമുക്ക്. 5,40,000 രൂപ കൊടുത്തേക്കാം. ഇങ്ങോട്ടേക്ക് പോന്നോളി. ഓക്കെ. എന്തെങ്കിലും വർക്ക് പെൻഡിങ് ഉണ്ടോ? ഒന്നുമില്ല. ഒരു പഴയ വണ്ടി എടുക്കേണ്ടതായ ഒരു പീരിയഡിക്കൽ സർവീസ് എന്തായാലും ചെയ്യണമല്ലോ. അടുത്ത 2022 മോഡൽ VXI പ്ലസ്. 2022 മോഡൽ VXI പ്ലസ് ഓപ്ഷനിലാണ്, ഓട്ടോമാറ്റിക്. 22 മോഡൽ 44,000 കിലോമീറ്റർ ഓടിക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. AGS അല്ലേ? AGS. ഒരു ചെറിയ പൈസ കൊടുത്തേക്കാം. 4,60,000 രൂപ കൊടുത്തേക്കാം. പുതിയ വണ്ടിക്ക് 7 ലക്ഷം രൂപ. 2022 മോഡൽ VXI പ്ലസ് ഓപ്ഷനിൽ ഓട്ടോമാറ്റിക്, 4,60,000 രൂപ. ഓക്കെ. എടുക്കുന്ന ആൾക്ക് വിശ്വസിച്ചെടുത്തൂടെ? പുതിയ വണ്ടിനെ കൊണ്ട് കമ്പനി വാറണ്ടി ഉണ്ടാവില്ലേ? മാക്സിമം ഫുൾ കമ്പനി വാറണ്ടി ഉണ്ടാവും. ഓക്കെ. ഇനി അടുത്തത് വാഗണർ ആണ്. 2021 മോഡൽ 40,000 കിലോമീറ്റർ ഓടിക്കുന്ന 1.2 VXI വാഗണർ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 2021 മോഡൽ 40,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്, VXI 1.2 സിംഗിൾ ഓണർഷിപ്പ്. 5,10,000. 5,10,000 2019 പറഞ്ഞ 21 മോഡല്. 21 മോഡല് 40,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ, 1.2 1200 cc, റീപ്ലേസ്മെന്റ് ഇല്ല, സിംഗിൾ ഓണർ വണ്ടി. നല്ല ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടാവും? ഇതൊക്കെ നമുക്ക് 5 ലക്ഷം ലോൺ ആയി കൊടുക്കാം മാക്സിമം. 10,000 രൂപ നല്ലൊരു പ്രൊഫൈൽ ആണെങ്കിൽ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം നമുക്ക്. ശരി. അടുത്ത 2016 മോഡൽ ഇക്കോ സ്പോർട്ട്, 80,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ, ഡീസൽ. ഇത് മിഡിൽ ഓപ്ഷൻ വണ്ടി. വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസും ഉണ്ട്. KL13 കണ്ണൂർ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്. ഒരു 4,85,000 രൂപ കൊടുക്കാം. 2000 കിലോമീറ്റർ, സിംഗിൾ ഓണർ, 83,000 കിലോമീറ്റർ, 4,85,000 രൂപ കൊടുക്കാം. ലോണൊക്കെ 4 ലക്ഷം ലോണായി കൊടുക്കാം. 4-4.5 ലക്ഷം വരെയൊക്കെ നോക്കാം നമുക്ക്. ശരി.
അടുത്തത് 2021 മോഡൽ നെക്സോൺ. പെട്രോൾ ആണോ ഡീസൽ ആണോ? പെട്രോൾ. 2022 മോഡൽ അല്ല 21 മോഡൽ 31,000 കിലോമീറ്റർ ഓടിക്കണ ഏറ്റവും ടോപ്പ് ഉണ്ട്. സൺറൂഫ് എല്ലാം വരുന്ന ഓട്ടോമാറ്റിക്. ഓക്കെ. 21 മോഡൽ 30,000 കിലോമീറ്റർ സൺറൂഫ് ഒക്കെ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓട്ടോമാറ്റിക് ആണ്, AMT ആണ്, ഗിയർ ബോക്സ് വരുന്നുണ്ടാവുക. അതെ. ടിയാഗോലൊക്കെ വരുന്ന സെയിം റിവട്രോൺ എഞ്ചിൻ ആണ്. ഏകദേശം 13 റേഞ്ചിൽ തന്നെ മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും. അതെ. 31,371 കിലോമീറ്റർ. വെറും 6,85,000 കൊടുത്തേക്കാം മാക്സിമം ലോൺ. 685 21 മോഡൽ ഏറ്റവും ടോപ്പ് ഉണ്ട് സൺറൂഫ് എല്ലാം വരുന്നത്. ഇത് പുതിയ വണ്ടി ഇറങ്ങുന്ന സമയത്ത് ഏകദേശം ഇതിന് 13 ലക്ഷം രൂപയ്ക്ക് അടുത്ത് തന്നെ വില ഉണ്ടായിരുന്നു. അതെ. ഇപ്പൊ ഫുൾ ലോൺ ഒക്കെ പറയാൻ പറ്റിയ വണ്ടിക്ക് പിന്നെന്താ 6,85,000 കൊടുത്തേക്കാം. 685 ലോണൊക്കെ എത്ര തന്നെ കിട്ടും? ലോണൊക്കെ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. അടുത്ത 2019 മോഡൽ 80,000 കിലോമീറ്റർ ഓടിക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് XUV 300 ഡീസൽ ആണ്. 19 മോഡൽ 300 ഡീസൽ 80,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഡീസലിൽ ഒരു 15-18 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടില്ലേ? അതെ. അതിന് മുകളിൽ കിട്ടും. അതിന് മുകളിൽ കിട്ടും. നല്ലൊരു വണ്ടി. 7,20,000 കൊടുത്തേക്കാം. ഓഫർ പ്രൈസ് ആണ്. 2019 മോഡൽ XUV 300 80,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ. 7,20,000 കൊടുക്കാം. റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടോ? ലോണൊക്കെ മാക്സിമം ഫുൾ ലോൺ. ഫുൾ ലോൺ ആയിട്ട് കിട്ടുന്നുണ്ടോ? അതെ. അടുത്ത 2017 മോഡൽ KUV ഡീസലാണോ KUV 100 പെട്രോള്. 17 മോഡൽ KUV പെട്രോള് സിംഗിൾ ഓണർഷിപ്പ് KUV K4 വേരിയന്റ് റീപ്ലേസ്മെന്റ് ഇല്ലാത്ത 60,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. റേറ്റ് എങ്ങനെയാണ്? ഇത് നമുക്ക് ഒരു 2,70,000 ഫുൾ ലോൺ. 2,70,000 അതെ. ഒരു ചെറിയൊരു പൈസക്ക് ഒരു 6 സീറ്റ് വണ്ടി. അടുത്ത 2022 മോഡൽ പഞ്ച് സെക്കൻഡ് വേരിയന്റ് 45,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. റീപ്ലേസ്മെന്റ് ഇല്ല. വേരിയന്റ് ഏതായിരുന്നു? ഇത് സെക്കൻഡ് വേരിയന്റ്. 5,85,000 കൊടുക്കാം. ഇതൊക്കെ ഫുൾ ലോൺ വണ്ടികൾ. 2022 മോഡൽ 5,85,000 മാക്സിമം ഫുൾ ലോൺ. അടുത്ത 2023 മോഡൽ 2022 മോഡൽ 23 രജിസ്ട്രേഷൻ 30,000 കിലോമീറ്റർ ഓടിക്കണം ഓട്ടോമാറ്റിക് കിഡ് RXT ഓട്ടോമാറ്റിക്. 2022 മോഡൽ 23 രജിസ്ട്രേഷൻ 30,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് കൊണ്ട് റീപ്ലേസ്മെന്റ് ഇല്ല. 4,45,000 കൊടുത്തേക്കാം നമുക്ക്. പുതിയ വണ്ടിക്ക് 7 ലക്ഷം രൂപ അടുത്ത് വില വരുന്ന വണ്ടി. ഏകദേശം ഒരു വർഷം കൊണ്ട്, ഏകദേശം 1.5 വർഷം കൊണ്ട് 2.5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് തന്നെ റേറ്റ് വ്യത്യാസം വരുന്നുണ്ടെന്നല്ലേ? അതെ. ഓക്കെ. അടുത്ത 2015 മോഡൽ i20 2015 മോഡൽ i20 ഡീസൽ 1 ലക്ഷം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് സ്പോർട്സ് ഡീസൽ. നല്ല വണ്ടി. KL 13 ഫാൻസി നമ്പർ. CRT ആണ്. 18-20 റേഞ്ചിൽ മൈലേജ് ഉണ്ടാവും. KL 13 3131 നമ്പർ. ആക്സിഡന്റ് ഹിസ്റ്ററി ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. 4,70,000 കൊടുത്തേക്കാം. 470 അല്ലേ? 15 മോഡൽ. ലോണൊക്കെ ഒരു മാക്സിമം ഫുൾ ലോൺ. പ്രൊഫൈൽ ഉണ്ടെങ്കിൽ നല്ലൊരു പ്രൊഫൈലും ട്രാക്കും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം ലോൺ. എന്തെങ്കിലും നല്ല ഹിസ്റ്ററി ഉള്ള വണ്ടി. അടുത്തത് 2019 മോഡൽ 45,000 കിലോമീറ്റർ ഓടിയുള്ള സിംഗിൾ ഓണർഷിപ്പ് ബലേനോ പെട്രോൾ. 2019 മോഡൽ 45,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ബലേനോ. സീറ്റ ആൽഫ ഡെൽറ്റ. ഇത് ഡെൽറ്റയിൽ യെല്ലോ ഉണ്ടാവില്ല. യെല്ലോ എക്സ്ട്രാ ചെയ്തായിരിക്കും അല്ലേ? അല്ല, സീറ്റ്. ഈ വണ്ടി KL 58 ഇത് സീറ്റാണ്. ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. 19 മോഡൽ വണ്ടി. ഓട്ടോ AC ഉണ്ട്. ഓക്കെ. 19 മോഡൽ സീറ്റ. പുതിയ വണ്ടിക്ക് 980 റേറ്റ്. 6,35,000 ഓഫർ പ്രൈസിൽ കൊടുത്തേക്കാം. 2019 മോഡൽ സീറ്റ ബലെനോ 6,35,000. 45,000 ഓടിയിട്ടേ ഉള്ളൂ. അതെ. ക്ലീൻ പീസ് അല്ലേ? നല്ല വണ്ടി. ഓക്കെ. ലോണൊക്കെ ഫുൾ ലോൺ. അടുത്ത 2019 മോഡൽ ആൽഫ ബലെനോ. 2019 മോഡൽ 80,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. വെറും 6,10,000 കൊടുത്തേക്കാം. 2019 മോഡൽ ആൽഫ 80,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ആയി പോയി. 6,10,000 റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഡീസൽ അല്ലല്ലോ, പെട്രോൾ. ഏകദേശം ഒരു 18-20 റേഞ്ചിലൊക്കെ പെട്രോളിൽ തന്നെ മൈലേജ് കിട്ടുന്ന
1.2 K സീരീസ് എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവുക. അതെ. ലോണൊക്കെ എത്ര പറയാൻ അനസ്ക? ലോണൊക്കെ ഫുൾ ലോൺ. ഓക്കെ, എടുക്കുന്നതൊക്കെ വിശ്വസിച്ചെടുത്തൂടെ? നല്ല വണ്ടി. KL 50 തലശ്ശേരി റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. 58. ഓക്കെ, അടുത്തത് ഗ്ലാൻസ്. 2023 മോഡൽ വെറും ഓടാൻ മറന്നുപോയ വണ്ടി. 19,000 കിലോമീറ്റർ ഓടിക്കണ 19,000 കിലോമീറ്റർ ഓടിക്കണ ഗ്ലാൻസ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. കാര്യങ്ങളെല്ലാം വർക്ക് എടുത്തിട്ടുണ്ട്. 2025 ബലേനോ ഓട്ടോമാറ്റിക് വണ്ടി. ഇതേ വേരിയന്റിന് ഏകദേശം 11,10,000 രൂപയ്ക്ക് അടുത്താണ് റേറ്റ് ഉള്ളത്. അതെ, ഇത് 2023 വണ്ടി. അതായത് 23 മോഡൽ വെറും 19,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഓട്ടോമാറ്റിക്. എത്രയ്ക്ക് 8,40,000 രൂപ കൊടുത്തേക്കാം. അതായത് ഏകദേശം 1.5 വർഷം കൊണ്ട് 3 ലക്ഷം രൂപയ്ക്ക് അടുത്ത് തന്നെ റേറ്റ് വ്യത്യാസം അല്ലേ? അതെ. ലോണൊക്കെ മാക്സിമം കിട്ടില്ല? മാക്സിമം ലോൺ. കമ്പനി വാറണ്ടിയിലും ആണ്. അതെ. വിശ്വസിച്ച് ഒരു പുതിയ വണ്ടി എടുക്കുന്ന ആൾക്ക് തന്നെ ധൈര്യത്തിൽ എടുക്കാം, കിലോമീറ്റർ ഓടിയിട്ടും ഇല്ല. അതെ. അടുത്ത 2022 മോഡൽ നെക്സോൺ 40,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് ഇല്ലാത്ത പെട്രോൾ വണ്ടി, മാനുവൽ. പെട്രോൾ മാനുവൽ ആണല്ലേ? 2022 മോഡൽ 40,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് ഇല്ല, മാനുവൽ. വണ്ടി കുറച്ച് ടൈറ്റ് ആയിട്ടാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. ഫോട്ടോസ് ഒക്കെ ചോദിച്ചുകൊണ്ട്. അതെ. ഇത് വേരിയന്റ് ഏതായിരുന്നു? ഇത് സെക്കൻഡ് വേരിയന്റ്. ഓക്കെ, ഇപ്പൊ കിലോമീറ്റർ എത്രയാണ്? 42,000 കിലോമീറ്റർ. പെട്രോൾ സിംഗിൾ ഓണർ വണ്ടിയല്ലേ? അതെ. എത്രയായിരുന്നു? 6,65,000 രൂപയ്ക്ക് ഫുൾ ലോൺ അടക്കം കിട്ടും അല്ലേ? അതെ. ബിസിനസ് എടുത്തൂടെ? നല്ല വണ്ടി. 2022 മോഡൽ. ഓക്കെ, അടുത്ത 2019 മോഡൽ VDI ഓപ്ഷനിൽ ഡീസൽ ഓട്ടോമാറ്റിക്. 2019 മോഡൽ ബ്രിസ VDI ഓപ്ഷനിൽ ഡീസൽ ആണ്, ഓട്ടോമാറ്റിക് ആണ്. 60,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ജെനുവിൻ കിലോമീറ്റർ. ആകെ 60,000 ഓടിയിട്ടേ ഉള്ളൂ അല്ലേ? അതെ. 8,70,000 രൂപ കൊടുത്തേക്ക് നമുക്ക്. 2019 മോഡൽ VDI ബ്രിസ ഓട്ടോമാറ്റിക്, ഡീസൽ ഓട്ടോമാറ്റിക്, റീപ്ലേസ്മെന്റ് ഇല്ല, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. കിലോമീറ്റർ 60,000 ഓടിയിട്ടുള്ളൂ എന്നുള്ളതാണ് മെയിൻ ഹൈലൈറ്റ്. അത് ഡീസൽ ഓട്ടോമാറ്റിക്. ഡിമാൻഡ് ഉള്ളതാണ്. ഏകദേശം 18 റേഞ്ചിലൊക്കെ മൈലേജും കിട്ടുന്നുണ്ടാവും. ഡീസൽ ഓട്ടോമാറ്റിക് അതിനെ കൊണ്ട് ഹിസ്റ്ററി ഫുള്ള് പക്കല്ലേ? റീപ്ലേസ് ഒന്നും ഹിസ്റ്ററി ഉള്ള വണ്ടി. 78 ഇരിട്ടിയല്ലേ വരിക? ഫുൾ ലോൺ പറയാൻ പറ്റില്ല. എന്നാലും ഒരു 8 ലക്ഷം 8.25 ലക്ഷം വരെ നമുക്ക് ലോൺ ആയി കൊടുക്കാം. ഓക്കെ, അടുത്തത് എർട്ടിഗ ഹൈബ്രിഡ്. 19 മോഡൽ ഹൈബ്രിഡ് എർട്ടിഗ ZXi. 19 മോഡൽ എർട്ടിഗ ZXi 50,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് ഇല്ല. വെറും 8,60,000 രൂപ കൊടുത്തേക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം നമുക്ക്. പെട്രോൾ ആണ്, അതുകൊണ്ട് തന്നെ വലിയ മെയിൻ്റനൻസ് വരുന്നില്ല. പക്ഷെ ഹൈബ്രിഡ് അതിനെ കൊണ്ട് അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്നുണ്ടാവും. അപ്പൊ നിലവിൽ കിലോമീറ്റർ എത്ര നടക്കാൻ? 50,000 കിലോമീറ്റർ. 2019 മോഡൽ ഏറ്റവും ടോപ്പ് എൻഡ് സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് ഇല്ല, നല്ല വണ്ടി. പുതിയ ഇറങ്ങുന്ന എർട്ടിഗ ഹൈബ്രിഡിന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നില്ലേ? 14-15 ഒക്കെ റേറ്റ്. അതിന് പൈസ കുറച്ച് നമുക്ക് കൊടുക്കാമല്ലോ. 8,70,000 രൂപയ്ക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം നമുക്ക്. 2019 ZXi. അതെ. വിശ്വാസം എടുത്തൂടെ? നല്ല വണ്ടി. ഇതിന്റെ വിലയാണ് അറിയേണ്ടത്. ഇതിന് 2023 മോഡൽ എർട്ടിഗ 2 വർഷം പഴക്കം. അതെ. വെറും 30,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർഷിപ്പ് സെയിം വേരിയന്റ് ZXi ആണ്. 23 മോഡൽ 30,000 കിലോമീറ്റർ ഓടാൻ മറന്നുപോയ വണ്ടി. ഓക്കെ, 10,90,000 രൂപ കൊടുത്തേക്ക് ഓഫർ പ്രൈസ്. പുതിയ വണ്ടിക്ക് 15ന്റെ അടുത്ത് റേറ്റ് വരുന്നുണ്ട്. 10 ലക്ഷം 2 കൊല്ലം കൊണ്ട് ഏകദേശം 3-4 ലക്ഷം രൂപയുടെ അടുത്തുള്ള വ്യത്യാസം അല്ലേ? അതെ. കാര്യങ്ങളൊന്നും റീപ്ലേസ്മെന്റ് ഇല്ല, ആക്സിഡന്റ് ഹിസ്റ്ററി ഇല്ല, കറക്റ്റ് സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി. ഓക്കെ, അല്ലയോ മുതലാളിനോട് നേരിട്ടുള്ള ചോദ്യമാണ്. 100% ഡീല്. ഇത് ലാഭമല്ലേ? ആണോ? പിന്നെന്താ? കമ്പനി വാറണ്ടി ഉള്ള വണ്ടിയാണ്. മോഡൽ എക്സ്റ്റൻഡ് വാറണ്ടി ഉള്ള വണ്ടി. വെറും 30,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് തലശ്ശേരി വണ്ടി. KL 58 തലശ്ശേരി വണ്ടി. വേറെ അപകടങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല. ഈ പ്രാവശ്യത്തെ വണ്ടികളെല്ലാം അപകടങ്ങൾ ഇല്ലാത്ത വണ്ടികളാണ് മാക്സിമം നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചാണ്. അടുത്ത 2021 മോഡൽ ഗ്ലാൻസ. 2021 മോഡൽ ഗ്ലാൻസ 50,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, മാനുവൽ. പെട്രോൾ അല്ലേ? പെട്രോൾ. പെട്രോളേ ഉള്ളൂ. ഈ ഒരു ഗ്ലാൻസ് റേറ്റ് ആണ് വരുന്നത് 6,90,000 രൂപയ്ക്ക് ഓഫർ പ്രൈസ്. 2021 മോഡൽ 52,000 കിലോമീറ്റർ ഓടിക്കുന്ന ഗ്ലാൻസ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. പുതിയ വണ്ടിക്ക് ജി അല്ലേ ഇത് വേരിയന്റ്? ജി വേരിയന്റ് പുതിയ വണ്ടിക്ക് 10,000 അടുത്ത് റേറ്റ് ഉണ്ട്. ഇത് 2019 വണ്ടിയാ? അതെ. 19 റേറ്റ് എത്രയാ? 19 അല്ല, 2021 മോഡൽ 6,95,000 രൂപ കൊടുത്തു. 6,90,000 രൂപ കൊടുത്തേക്കാം. അപ്പൊ മാക്സിമം ഫുൾ ലോൺ ഒക്കെ കിട്ടുന്ന റേറ്റ് ഏകദേശം. അതെ. ക്വാളിറ്റി ഉള്ള വണ്ടിയല്ലേ? നല്ല വണ്ടി, ഒരു റീപ്ലേസും ഇല്ല. അടുത്ത 2016 മോഡൽ വെർണ ഡീസൽ. 16 മോഡൽ 17 രജിസ്ട്രേഷൻ 87,000 കിലോമീറ്റർ ഓടിക്കുന്ന ഡീസൽ. KL 58 തലശ്ശേരി വണ്ടി. രജിസ്ട്രേഷൻ പറഞ്ഞു. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് സെക്കൻഡ്.
കിലോമീറ്റർ 80 എന്നുള്ള ജെനുവിൻ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. 4,95,000 രൂപ കൊടുത്തേക്കാം. ഡീസലാണ്, 2016 മോഡൽ, 17 രജിസ്ട്രേഷൻ, ഡീസൽ വരണ നല്ല വണ്ടി. ഫ്ലൂയിഡിക്കിന് ശേഷം വരുന്ന ഷേപ്പാണ്. അതെ. ലോണൊക്കെ എത്ര പറയാൻ? ലോണൊക്കെ നമുക്ക് ഒരു 4.5 ലക്ഷം ലോണായി കൊടുക്കാം. നമുക്ക് ഒരു 35,000 രൂപ ഇങ്ങോട്ട് വന്നോളി, 45,000 രൂപ ഇങ്ങോട്ട് വന്നോളി, നമുക്ക് ലോണായി കൊടുക്കാം. ഒന്നുമില്ല. ഓ, അടുത്തത് 2022 മോഡല് ബെലേനോ ന്യൂ ഷേപ്പില് 40,000 കിലോമീറ്റർ ഓടിക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഡെൽറ്റയാണോ സിഗ്മയാണോ? ഇത് സിഗ്മ. സിഗ്മയില് അത്യാവശ്യം ഫീച്ചേഴ്സ് ചെയ്തിട്ടുണ്ട്. ഒരു ആൻഡ്രോയിഡ് സ്ക്രീൻ ഒക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. 22 മോഡലാണ്, 40,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്, KL60 കാഞ്ഞങ്ങാട് വണ്ടി. പുതിയ വണ്ടി 780 റേറ്റ് വരുന്നുണ്ട്. ഇത് നമുക്ക് 6,15,000 രൂപ കൊടുത്തേക്കാം. 2022 വണ്ടി അല്ലേ? അതെ. അടുത്ത 2018 മോഡൽ വാറണ്ടി അല്ലേ? 2022 വണ്ടി. അതെ. അടുത്ത ബെലേനോ 2018 മോഡൽ ബെലേനോ 60,000 കിലോമീറ്റർ ഓടിക്കുന്ന സെക്കൻഡ് ഓണർഷിപ്പ് ഡെൽറ്റ വണ്ടി. ഡീസലാണോ പെട്രോളാണോ? പെട്രോൾ. ഡെൽറ്റയാണ്, സെക്കൻഡ് വേരിയന്റ് ആയിട്ട് വരും. നല്ല വണ്ടി, ക്വാളിറ്റി വണ്ടി. 2018 മോഡൽ, 60,000 കിലോമീറ്റർ ഓടിക്കണം. 5,65,000 രൂപ കൊടുത്തേക്കാം. 565 അല്ലേ? 565, ഒരു 5.5 ലക്ഷം ലോണായി കൊടുക്കാം നമുക്ക്. 15,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊടുക്കാം. ഇതൊക്കെ 60,000 റേഞ്ചിലല്ലേ ഓടിയിട്ടുള്ളൂ? അതെ. 68,000 റേഞ്ചിൽ ഓടിയിട്ടുള്ള അതെ ക്ലീൻ പീസ്. റീപ്ലേസും കാര്യങ്ങളൊന്നും ഒന്നുമില്ല, നല്ല വണ്ടി. റീപ്ലേസ് ഇല്ല, ക്ലീൻ പീസുകളാണ്. അതെ. പോളോ 2015 മോഡലാണ്, 70,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്, ഡീസല്. 1.5 അതെ, 1.5 70,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്, KL13 കണ്ണൂർ വണ്ടി. ഒരു 4,45,000 രൂപ കൊടുത്തേക്കാം. 2015 മോഡൽ, 70,000 കിലോമീറ്റർ, ഡീസൽ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? അതെ. ക്ലീൻ പീസാ, നല്ല വണ്ടി. ഇത് വേരിയന്റ് ഹൈലൈൻ ആണോ? അല്ലല്ല, കംഫർട്ട് ലൈൻ. കംഫർട്ട് ലൈൻ ആണ്. എക്സ്ട്രാ അഡീഷണൽ ഫോക്സ്വാഗന്റെ എല്ലോയ്സ് ചെയ്തിട്ടുണ്ട്, കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെ. ലോണൊക്കെ എത്ര ചെയ്യാൻ പറ്റും? ലോണൊക്കെ നമുക്ക് ഒരു 4 ലക്ഷം ലോണായി കൊടുക്കാം. നമുക്ക് 40,000 രൂപ ഉണ്ടെങ്കിൽ 2015 പോളോ ഇറക്കാം. അതെ. അതും 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന വണ്ടി. അടുത്ത 2016 മോഡൽ, 1 ലക്ഷം കിലോമീറ്റർ ഓടിക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് പോളോ, ഹൈലൈൻ ആണ്. ഡീസലാണോ? ഡീസലാണ്, ഡീസൽ. 2016 മോഡൽ, 1 ലാഖ് കിലോമീറ്റർ ഓടിക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ പോളോ. മേജർ സർവീസ് കഴിഞ്ഞ വണ്ടി. ഒരു 4,65,000 രൂപയ്ക്ക് ഫുൾ ഓൺ. 2016 മോഡൽ, 1 ലാഖ് ഓടിയേക്കണ പോളോ ഹൈലൈൻ, ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? അതെ. നിലവിൽ ഈ വണ്ടിക്ക് റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. മുന്നത്തെ പോളോനും ഇല്ല. മേജർ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സിലെ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിയറിംഗിന്റെ അകത്ത് വരുന്ന കൺട്രോൾസും അതേപോലെ തന്നെ സ്റ്റിയറിംഗ് ടിൽറ്റും പിന്നെ എല്ലോയ്സിൽ വരുന്ന ഡിഫറൻസ് ആണ്. ഓട്ടോമാറ്റിക് AC വരുന്നുണ്ടാവും. അതെ. അടുത്ത 2019 മോഡൽ പോളോ, 60,000 കിലോമീറ്റർ ഓടിക്കുന്ന സെക്കൻഡ് ഓണർഷിപ്പ് പെട്രോൾ. 2019 മോഡൽ, 60,000 കിലോമീറ്റർ ഓടിക്കണം, പോളോ പെട്രോൾ. 1.2 ആണോ 1 ലിറ്റർ ആണോ? 1.2 ആണ്. ഒരു 5,95,000 രൂപ കൊടുത്തേക്കാം. 2019 മോഡൽ പോളോ ഫുൾ ഓൺ. വേറെ റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. 0 ഡൗൺ പേയ്മെന്റ്, ഫുൾ ലോൺ കിട്ടില്ലേ? വണ്ടി ഇറക്കി കൊടുക്കാം. കിലോമീറ്റർ ജെന്യൂൻ അല്ലേ? 62,000 ജെന്യൂൻ. വിശ്വസിച്ച് വാങ്ങാലോ. വേണ്ടവർക്ക് വാറന്റിയും കൊടുത്തൂടെ? നമുക്ക് കൊടുക്കാം. അടുത്ത 2017 മോഡൽ കിഡ്, 70,000 കിലോമീറ്റർ ഓടിക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, RXT. 2017 മോഡൽ, 70,000 കിലോമീറ്റർ ഓടിക്കുന്ന RXT കമ്പനി വന്നേക്കണം, ഒരു സ്പെഷ്യൽ എഡിഷൻ വണ്ടി. ബാക്കിൽ ഒരു ഇന്ത്യൻ ഫ്ലാഗ് ഒക്കെ കാണുന്നുണ്ട്. 1000 cc-യിൽ വന്ന 1000 cc-യിൽ 70,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. RXT എന്നുള്ള അന്ന് ഇറങ്ങിയിട്ടുള്ള ഫുൾ ഓപ്ഷൻ, അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി. 2,60,000 രൂപയ്ക്ക് മാക്സിമം ഫുൾ ഓൺ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ലേ? അതെ. 2017 1000 cc വണ്ടിയാണ്. 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. അടുത്ത ക്ലൈംബർ, അടുത്ത 2021 മോഡൽ ക്ലൈംബർ, 2021 മോഡൽ ക്ലൈംബർ, 30,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്, ഓട്ടോമാറ്റിക്. അല്ല, ഇത് മാനുവൽ ആണ്, സോറി, ഓട്ടോമാറ്റിക് വണ്ടി കൊടുത്തു. 2021 മോഡൽ ക്ലൈംബർ മാനുവൽ, 30,000 കിലോമീറ്റർ ഓടിക്കണം. ABS, എയർ ബാഗ് എല്ലാം വരുന്ന വണ്ടി. ചൂടായി.
21 ക്ലൈമറിന് റേറ്റ് 3,90,000 കൊടുത്തേക്കാം. അതൊക്കെ ഒരു 3.25 ലക്ഷം ലോണായി കൊടുക്കാം നമുക്ക്. അടുത്ത 2018 മോഡലാണ്, 75,000 കിലോമീറ്റർ എത്തിയോസ് ലിവ പെട്രോൾ ആണ്. 1.2 ആണ്. വേരിയന്റ് ഏതാ? വി എന്നുള്ള ഫുൾ ഓപ്ഷന് തൊട്ട് താഴെ വരുന്ന വേരിയന്റ് ആണ്. VX ആണ് ടോപ്പ് എൻഡിൽ വരുന്നുണ്ടാവും, പക്ഷെ നല്ല ഡ്യുവൽ ടോണിൽ വരുന്നുണ്ട്. ഇത് കമ്പനി ഡ്യുവൽ ടോൺ അല്ലേ? കമ്പനി ഡ്യുവൽ ടോൺ. ഏകദേശം 13-15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. മാനുവൽ അല്ലേ? മാനുവൽ. 5,20,000 5 ലക്ഷം വരെ നമുക്ക് ലോണായി കൊടുക്കാം. 2018 മോഡൽ എത്തിയോസ് ലിവ തലശ്ശേരി വണ്ടി. ഓക്കെ, റീപ്ലേസ് ഇല്ലല്ലോ? ഒന്നുമില്ല. അടുത്തത് അമേസ്. അടുത്ത 2015 മോഡൽ 80,000 കിലോമീറ്റർ ഓട്ടോമാറ്റിക് അമേസ് ആണ്. CVT ഗിയർ ബോക്സിൽ തന്നെ 80,000 കിലോമീറ്റർ അമേസ് സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട്. വേരിയന്റ് ഏതാണ്? എസ് അല്ലേ? എസ് ഓട്ടോമാറ്റിക് ആണ്. നല്ല റീപ്ലേസ് എന്തെങ്കിലും? ഒന്നുമില്ല. ക്ലീൻ പീസ് അല്ലേ? അതെ. അത്യാവശ്യം ഒരു 80% നല്ല വണ്ടി. 10 കൊല്ലം പഴക്കമുണ്ടെന്ന് പറയുന്നില്ല, കാരണം ബോഡി ക്വാളിറ്റി നല്ലപോലെ ഉണ്ട്. നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട്. ഇത് പോളിഷ് ചെയ്ത് വെച്ചതാണോ? അല്ലല്ല, ഒന്നും ചെയ്തിട്ടില്ല. വണ്ടി ഇന്നലെ വന്ന വണ്ടി. വന്ന മാതിരി തന്നെയുള്ളത്. അങ്ങനെയാണ് യൂസ് ചെയ്താലുള്ള മികവാണ്. സെക്കൻഡ് ഓണർഷിപ്പിലുണ്ട്. ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടാവും? ഇതൊക്കെ നമുക്കൊരു 3.25 ലക്ഷം ലോണായി കൊടുക്കാം. റേറ്റ് എത്ര? 4,15,000 വണ്ടി കൊടുക്കാം. ഓക്കെ. അടുത്ത അമേസ്. അടുത്ത 2022 മോഡൽ അമേസ് 25,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 2022 മോഡൽ അമേസ് മാനുവൽ 25,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്, ആക്സിഡന്റ് ഹിസ്റ്ററി, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 7,15,000 കൊടുക്കാം. ഇത് VX. പുതിയ വണ്ടിക്ക് 10ന്റെ അടുത്ത് റേറ്റ് വരുന്നുണ്ട്. 10ന്റെ മേളിലല്ലേ? ഞാൻ കുറച്ച് നെറ്റിൽ വെറുതെ നോക്കിയിട്ടുണ്ട്. 990 10 ആ റേഞ്ചിലൊക്കെയാണ് സൈറ്റിൽ കാണിക്കുന്നത്. അതെ. പ്രൈസ് കുറച്ചതാണോ സംശയമുണ്ട്. ഓ, ഇപ്പൊ 2 അമേസ് കാണിച്ചിട്ടുണ്ട്. ഹോണ്ടന്റെ വണ്ടികളാണ്. അതെ. രണ്ടും ക്വാളിറ്റി നല്ല വണ്ടിയല്ലേ? ഇതൊക്കെ പുതിയ കിടിലൻ വണ്ടി. ഓക്കെ. പുതിയ വണ്ടി എടുക്കുന്ന ഒരാൾക്ക് എന്തുകൊണ്ടും ലാഭമല്ലേ? ലാഭം തന്നെയല്ലേ? 2022 മോഡല് പൈസയും കുറവാണ്. ഓക്കെ. വാറന്റി ആവശ്യമുള്ളവർക്ക് വാറന്റിയും കൊടുക്കാമല്ലോ. ശരി. അപ്പോൾ നമ്മളിത് വീഡിയോ നമ്മളോട് ഹാപ്പിയാണ്. വീഡിയോയിൽ കാണിച്ചുള്ള വണ്ടികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. കോൺടാക്ട് നമ്പർ നേരെ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ടാവും. മറ്റൊരു വീഡിയോ കാണുമ്പോൾ ഹാപ്പി സൈനിങ് ഓഫ്.